അർജുൻ്റെ കുടുംബ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അവരുടെ വാക്കുകളിലേക്ക്. ഇത്രയും നമ്മൾ കാത്തിരുന്നു. അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം എന്ന് തന്നെയാണ് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം. പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കർണാടക സർക്കാർ എന്തെങ്കിലും തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയി എന്നൊരു ചിന്തയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല. നമുക്ക് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാരാണെങ്കിലും അവിടുത്തെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്കും അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അർജുനെ പോലെ തന്നെ വേറെ 2 പേരെയും കൂടി കണ്ടു കിട്ടാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു കിട്ടുന്നവരെ ഈ തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കുന്നത്. മെയിനാണ് മിനിസ്റ്റർ അടക്കമുള്ള മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ MLA എല്ലാ ആളുകളും കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വിദ്യകളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മളടുത്ത് അവിടുന്ന് പറഞ്ഞ കാര്യം. ഇനി 4 ദിവസം. പക്ഷെ ഇപ്പം നടന്നു പോകുന്ന ഈ കാര്യങ്ങൾ തന്നെ മുന്നോട്ട്, അതായത് അവർ പിൻവാങ്ങിയതിന് നമുക്കറിയില്ല. അത് എത്രത്തോളം ഒരു അനിശ്ചിതത്വം അതിലുണ്ട്. എത്ര കാലത്തേക്ക് എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. ആ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യവും നമുക്ക് ഇനിയും വേണം. അപ്പം ഈ ഒരു തിരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് നമുക്ക് ഇനിയും പറയാനുള്ളത്. മറ്റൊന്ന്, ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കുടുംബത്തെ കൃത്യമായിട്ട് അറിയിക്കാനുള്ള സംവിധാനം ഇതുവരായിട്ടുണ്ടോ? നേരിട്ട് ഹസ്ബൻഡ് തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എല്ലാ ഹസ്ബൻഡ് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല. പിന്നെ മെനിയാന്ന് നമുക്ക് ലോറി കണ്ടു, അത് ഐഡന്റിഫൈ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊന്നും അതിനെപ്പറ്റി യാതൊരു വിധ ഇതുമില്ല. നമ്മൾ അന്ന് ഓരോ നിമിഷം ഇപ്പം കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ലോറി ഒന്നും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ബാക്കി വിവരങ്ങൾ കിട്ടാത്തതിലൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ആരും ബ്ലെയിം ചെയ്യല്ല. നമുക്ക് ഈ ഒരു അവനെ തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ അവനെ പോലെ കാണാതായ മറ്റ് 2 പേരെയും തിരിച്ചു കിട്ടുന്നവരെ ഈ ഒരു തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താതെ മുന്നോട്ട് പോകണം. പിന്നെ ഒറ്റ കാര്യം കൂടി, 13 ദിവസമായി. അപ്പം അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ് എൻ്റെ മകന് എന്താ പറ്റിയത്. ഈ 13 ദിവസമായിട്ട് നമ്മൾ എന്താ ഇനി പറയേണ്ടത്, എന്നാ തിരിച്ചു വരിക, ഒന്നും അറിയില്ല. അപ്പം നഷ്ടമായിട്ട് അർജുനെ നമുക്ക് നഷ്ടമായിട്ട് 13 ദിവസമായി. അപ്പം ഇനിയും 4 ദിവസം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടതെന്നും നമുക്ക് അറിയുന്നില്ല. എല്ലാവരുടെയും സപ്പോർട്ടോട് ഇതുവരെ നിന്ന് എല്ലാ രീതിയിലും നമുക്ക് തിരച്ചിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സാറൊക്കെ പറയുന്നുണ്ടെന്ന് പറയാം. CM എല്ലാവരും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു കാരണവശാലും തിരച്ചിൽ നിർത്തരുത്. അതിന് എല്ലാ സപ്പോർട്ടും നമുക്ക് വേണം. ആ തിരച്ചിൽ നിർത്തിയതിലുള്ള സങ്കടവും വേദനയും പറയുകയാണ്. അതേസമയം ആരെയും പഴിക്കാനുമില്ല, അതിലൊരു അമർഷ പ്രകടനവുമില്ല, അതിലുള്ള സങ്കടവും വേദനയും പറയും.